നമസ്കാരം, ഏവർക്കും നെറോലാക് പെയിന്റ്സിന്റെ മാസ്റ്റർ ക്ലാസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നെറോലാക് പെയിന്റ്സിന്റെ വുഡ് കോട്ടിംഗ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സിനെ സംബന്ധിച്ചാണ്. വണ്ടർവുഡ് എന്നറിയപ്പെടുന്ന ഒരു സെഗ്മെന്റിന് കീഴിലാണ് നെറോലാക്കിന്റെ വുഡ് കോട്ടിംഗ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സിലെ മേജർ പ്രൊഡക്ട്സുകളെല്ലാം കടന്നു വരുന്നത്. വുഡ് സ്റ്റെയിനർ, വുഡ് ഫില്ലർ തുടങ്ങി എക്സ്റ്റീരിയർ 2-pack PULs എന്ന് അവസാനിക്കുന്നതാണ് നെറോലാക് വുഡ് കോട്ടിംഗ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ്. അവ ഏതൊക്കെയെന്ന് നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യമായി വണ്ടർവുഡ് ഗ്ലോറിയ. എക്സ്റ്റീരിയർ 2-pack PU ആയിട്ടുള്ള വണ്ടർവുഡ് ഗ്ലോറിയ പ്രധാനമായും ഗ്ലോസി, മാറ്റ്, സെമി മാറ്റ് എന്നീ 3 ഫിനിഷുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 8 മുതൽ 10 വർഷം വരെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിന്റെ പ്രധാന സവിശേഷതകൾ എന്തെന്നാൽ വളരെ പെട്ടെന്ന് ഉണങ്ങുകയും വളരെ കുറവ് സ്മെല്ലുള്ളതുമായിട്ടുള്ള ഒരു PU ആണ്. ഇതിന്റെ ഫിനിഷിംഗ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫിനിഷാണ്. അതുപോലെ തന്നെ സോളിഡ് കണ്ടന്റ് വളരെ കൂടുതലുള്ള ഒരു PU ആണ്. ഇതിന്റെ ഫിലിം ഹാർഡ്നെസ്സും ക്ലാരിറ്റിയും വളരെയധികം ഹൈ ആണ്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻസ് കുറച്ച് കൂടുതലുള്ളൊരു PU ആണ്. ഇത് അപ്ലൈ ചെയ്യുന്ന പ്രധാന ഏരിയാസ് എന്ന് പറയുന്നത് എക്സ്റ്റീരിയറിലോട്ടാകുമ്പോൾ എക്സ്റ്റീരിയർ ഡോർ, എക്സ്റ്റീരിയർ വിൻഡോസ് എന്നിവിടങ്ങളും, ഇന്റീരിയറിലോട്ട് വരുമ്പോൾ ഇന്റീരിയറിലെ ഡോർസ്, ഇന്റീരിയർ ഫർണിച്ചേഴ്സ് എന്നിവിടങ്ങളിലെല്ലാം നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. 85 മുതൽ 100 സ്ക്വയർ ഫീറ്റ് വരെ കവറേജ് കിട്ടും. അതുപോലെ ഇതിന്റെ പ്രധാന എതിരാളികൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഏഷ്യൻ പെയിന്റ്സിന്റെ എംപോറിയോ റീഗൽ, ഗോൾഡ് എന്നിവയും, ബെർജറിലോട്ട് വരുമ്പോൾ ഇമ്പീരിയ ഗോൾഡ്. ഇത്രയാണ്. നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റിലോട്ട് പോവാം. നെറോലാക് ഇക്രോ. നെറോലാക് ഇക്രോ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ PU ആണ്. നമ്മൾ ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ നമ്മുടെ ബ്രാൻഡ് നെയിമിൽ നെറോലാക് ഇക്രോ എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്ത് നമ്മളിവിടെ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു PU ആണ്. ഇതിനകത്ത് ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ഇതൊരു ബ്രാൻഡ് നെയിം ആണ്. ഇക്രോ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ബ്രാൻഡ് ആണ്. ഇതിന്റെ അണ്ടറിൽ നമുക്ക് പോളിസ്റ്റർ ഫിനിഷ്, PU ഫിനിഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ മാറ്റ്, സെമി മാറ്റ്, ഗ്ലോസി, ക്ലിയർ ഫിനിഷുകൾ, അതുപോലെ അക്രലിക് ഫിനിഷ്, വാട്ടർ ബേസ്ഡ് PU, സ്പെഷ്യൽ എഫക്ട്സുകളെല്ലാം ഈ ഇക്രോ എന്ന ഇറ്റാലിയൻ PUവിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇതിനെല്ലാം ഉപരി പ്രധാനമായും 2500ഓളം ഷെയ്ഡ്സിൽ നമുക്ക് കളേഴ്സ് ടിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പിഗ്മെന്റഡ് PU ആണ് ഇക്രോ എന്ന് പറയുന്നത്. അതും ഈ ഇക്രോ എന്ന പ്രൊഡക്റ്റിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്യുന്ന പ്രധാന ഏരിയസ് എന്ന് പറയുന്നത് ഇന്റീരിയറിലോട്ടാകുമ്പോൾ ഇന്റീരിയർ കിച്ചൺ കബോർഡുകൾ, ഫർണിച്ചേഴ്സ്, എക്സ്റ്റീരിയറിൽ ഡോറുകൾ, ഇന്റീരിയർ ഡോർസ് എന്നിവയാണ്. 85 മുതൽ 100 സ്ക്വയർ ഫീറ്റ് വരെയാണ് കവറേജ് കിട്ടുന്നത്. പ്രധാന കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ഏഷ്യൻ പെയിന്റ്സ് എംപോറിയോ PU പാലറ്റ്, ബെർജറിൽ ഇമ്പീരിയ ഗോൾഡ്, ICA പിഡിലൈറ്റ്, സിർക്ക എന്നിവയാണ്. നമ്മുടെ മറ്റൊരു PU പ്രൊഡക്റ്റ് ആണ് വണ്ടർവുഡ് 2K PU എക്സ്റ്റീരിയർ. ഗ്ലോറിയ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ PUവിന് തൊട്ട് താഴെ വരുന്നൊരു PU ആണ് വണ്ടർവുഡ് 2K PU എക്സ്റ്റീരിയർ. ഇതിനകത്ത് ഗ്ലോസി ആൻഡ് മാറ്റ് അങ്ങനെ 2 ഫിനിഷാണ് വരുന്നത്. 5 മുതൽ 7 വർഷം വരെയാണ് വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് ഹൈ UV റെസിസ്റ്റന്റ് ആൻഡ് മോയ്സ്ചർ റെസിസ്റ്റന്റ് വരുന്നുണ്ട്. അതിനാൽ തന്നെ എക്സ്റ്റീരിയറിലോട്ട് നല്ലൊരു PU പ്രൊഡക്റ്റ് ആണ് വണ്ടർവുഡ് 2K PU. പ്രധാനമായും എക്സ്റ്റീരിയർ ഡോറുകൾ, ജനലുകൾ, ഫർണിച്ചേഴ്സ് എന്നിവയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. 85 മുതൽ 100 സ്ക്വയർ ഫീറ്റ് തന്നെയാണ് ഇതിനും വരുന്നത്. കോമ്പറ്റീഷൻ ഏഷ്യന്റെ വുഡ്ടെക് PU ആണ്, വുഡ്ടെക് എക്സ്റ്റീരിയർ. നമ്മുടെ മറ്റൊരു 2K PU പ്രൊഡക്റ്റ് ആണ് ഇതേ വണ്ടർവുഡിന്റെ ഇന്റീരിയർ 2K PU. ഇതിനകത്തും നമുക്ക് മാറ്റും ഗ്ലോസിയും 2 ഫിനിഷാണ് വരുന്നത്. 5 മുതൽ 7 വർഷം വരെ വാറണ്ടി വരുന്നുണ്ട്. ഇതിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് സ്ക്രാച്ച് റെസിസ്റ്റൻസ് ആണ്.
ഇത് നമ്മൾ പ്രധാനമായും അപ്ലൈ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഇന്റീരിയർ ഫർണിച്ചർ, ഇന്റീരിയർ ഡോറുകൾ, കിച്ചൺ കബോർഡുകൾ എന്നിവിടങ്ങളിലാണ്. 85 മുതൽ 100 സ്ക്വയർ ഫീറ്റ് വരെ കവർ ചെയ്യും. പ്രധാന കോമ്പറ്റീഷൻ നമുക്ക് വരുന്നത് ഏഷ്യൻ പെയിന്റ്സിന്റെ വുഡ്ടെക് ഇന്റീരിയർ PU ആണ്. മറ്റൊരു പ്രൊഡക്റ്റ് ആണ് നമുക്കൊരു ഇറ്റാലിയൻ 2K PU പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ഇതിനകത്ത് ഇറ്റാലിയൻ 2K PU പ്രൊഡക്റ്റില് നമുക്ക് ഹൈ ഗ്ലോസി പ്രൊഡക്റ്റ് ആണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ വൈറ്റ്നെസ്, സുപ്പീരിയർ വൈറ്റ്നെസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിനുള്ളത്. ഇതിനകത്ത് നമുക്ക് വൈറ്റ് വരുന്നുണ്ട്, ഇറ്റാലിയൻ 2K PU വൈറ്റ് വരുന്നുണ്ട്, അത് ഹൈ വൈറ്റ്നെസ് ആണ് വരുന്നത്. പിന്നെ ഹൈ സ്ക്രാച്ച് റെസിസ്റ്റൻസ്, വളരെയധികം സ്ക്രാച്ച് റെസിസ്റ്റൻസ് ഈ ഒരു ഇറ്റാലിയൻ 2K PU പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 8 മുതൽ 10 വർഷം വരെയാണ് ഈ ഒരു PUന്റെ വാറണ്ടി. ഇത് അപ്ലൈ ചെയ്യുന്നത് പ്രധാനമായും ഇന്റീരിയർ, നമ്മുടെ ഇന്റീരിയർ ഫർണിച്ചേഴ്സ്, ഇന്റീരിയർ ഡോറുകൾ എന്നിവിടങ്ങളിലാണ്. 85 മുതൽ 100 സ്ക്വയർ ഫീറ്റ് വരെയാണ് കവറേജ് വരുന്നത്. പ്രധാന കോമ്പറ്റീഷൻ വരുന്നത് ഏഷ്യൻ പെയിന്റ്സിന്റെ എംപോറിയോ ഗോൾഡ്, അതുപോലെ റീഗൽ വൈറ്റ് എന്നിവയാണ്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് വണ്ടർവുഡ് മെലാമിൻ ആണ്. വണ്ടർവുഡ് മെലാമിൻ എന്ന് പറയുമ്പോൾ ഇന്റീരിയർ പ്രൊഡക്റ്റ് ആണ്. 9:1 റേഷ്യോയിലാണ് ഈ പറഞ്ഞ മെലാമിൻ വരുന്നത്. 3 മുതൽ 5 വർഷം വരെ കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രധാന സവിശേഷത എന്തെന്നാൽ വുഡ് സ്റ്റെയിൻ റെസിസ്റ്റൻസ് ആണ്. ഇപ്പോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏരിയസ് ആണല്ലോ ഇന്റീരിയർ ഫർണിച്ചേഴ്സ് എല്ലാം. അപ്പൊ അവിടെയെല്ലാം ചെളി കാര്യങ്ങളൊന്നും അങ്ങനെ പിടിച്ചു നിൽക്കാതെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ ഈ പറഞ്ഞ മെലാമിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മാറ്റ് ഫിനിഷ് എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള, അതായത് ഡെഡ് മാറ്റ് ആണ്. ഗ്ലോസിയിലോട്ട് പോകുമ്പോൾ ഹൈ ഗ്ലോസി ആണ് വരുന്നത്. ഇതിന്റെ പ്രധാന അപ്ലിക്കേഷൻ എന്ന് വരുന്നത് ഇന്റീരിയർ ആണ്. അപ്പൊ ഇന്റീരിയർ ഫർണിച്ചേഴ്സ്, ഇന്റീരിയർ ഡോറുകളൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻ ഏരിയാസ്. 85 മുതൽ 100 സ്ക്വയർ ഫീറ്റ് വരെയാണ് ഇതിന്റെ കവറേജ് പറയുന്നത്. കോമ്പറ്റീറ്റേഴ്സ് വന്നിട്ട് ഏഷ്യൻ പെയിന്റ്സ് മെലാമിനും അതുപോലെ തന്നെ ബെർജറിന്റെ മെലാമിനാണ്. നമ്മുടെ മറ്റൊരു പ്രൊഡക്റ്റ് ആണ് വണ്ടർവുഡ് 1K PU. ഇതൊരു നിലവിൽ ഇന്റീരിയർ പ്രൊഡക്റ്റ് ആണ് നമുക്കുള്ളത്. എക്സ്റ്റീരിയർ നമ്മൾ റീസെന്റ് ഈ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള ഇന്റീരിയർ പ്രൊഡക്റ്റിന്റെ വാറണ്ടി എന്ന് പറയുന്നത് 1 മുതൽ 3 വർഷം വരെയാണ് കമ്പനി പറയുന്നത്. ഇത് റെഡി ടു യൂസ് പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഈസിയാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് സ്ക്രാച്ച് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി, അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻസ് പറയുന്നുണ്ട്. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഏരിയാസ് എന്ന് പറയുന്നത് ഇന്റീരിയർ ഫർണിച്ചറുകൾ, ഇന്റീരിയർ ഡോറുകൾ ഒക്കെയാണ്. നമ്മുടെ പ്രധാന കോമ്പറ്റീറ്റേഴ്സ് വന്നിട്ട് ഏഷ്യൻ പെയിന്റ്സിന്റെ വുഡ്ടെക് ടച്ച് വുഡ് 1K PU, അതുപോലെ ബെർജർ വുഡ് കീപ്പർ 1K PU. നമ്മുടെ മറ്റൊരു യുണീക് പ്രൊഡക്റ്റ് ആണ് വണ്ടർവുഡ് ക്ലിയർ അക്രലിക് ലാക്കർ. ഇതും ഒരു റെഡി ടു യൂസ് പ്രൊഡക്റ്റ് ആണ്. ഇതൊരു അക്രലിക് ലാക്കർ ആണ്. ഇതിന്റെ പ്രധാന സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ യെല്ലോയിങ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ ഇത് ഹൈ ഗ്ലോസി പ്രൊഡക്റ്റ് ആണ്. നമുക്ക് മെയിനായിട്ട് ഇന്റീരിയർ ആണ് ഈ പ്രൊഡക്റ്റ്. വിനീറിലും അതുപോലെ സോളിഡ് വുഡിലും നമുക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷം വരെ വാറണ്ടി വരും. അപ്ലിക്കേഷൻ പറയുന്നത് ഇന്റീരിയർ ഫർണിച്ചർ ആണ്. ഇതിന് ഏറ്റവും കൂടുതൽ കവറേജ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. 105 മുതൽ 120 വരെ സ്ക്വയർ ഫീറ്റ് കവർ ചെയ്യും. മറ്റൊരു പ്രൊഡക്റ്റ് ആണ് നെറോലാക്കിന്റെ വണ്ടർവുഡ് സാൻഡിങ് സീലർ. നമ്മുടെ നെറോലാക്കിന്റെ വണ്ടർവുഡ് സാൻഡിങ് സീലർ എന്ന് പറയുമ്പോൾ ഇന്റീരിയർ ആണ്, അതുപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു സീലർ ആണ്. അതുപോലെ
പേപ്പർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വളരെ സ്മൂത്തായി പേപ്പർ ചെയ്യാനെല്ലാം പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും, അതായത് ഉള്ളിലെ നമ്മുടെ ഗ്രെയിൻസ് കാര്യങ്ങളെല്ലാം എടുത്ത് കാണിക്കുന്ന വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ്, ഫിലിം കോട്ടിംഗ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ അപ്ലിക്കേഷൻ ഏരിയാസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫർണിച്ചറുകൾ, ഡോറുകൾ, ഇന്റീരിയർ ഡോർസ് എല്ലാം നമുക്ക് ബേസ് കോട്ടായിട്ട് സീലർ അപ്ലൈ ചെയ്യാം, സാൻഡിങ് സീലർ. അതുപോലെ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 85 മുതൽ 100 സ്ക്വയർ ഫീറ്റ് വരെ കവർ ചെയ്യും. പ്രധാനമായിട്ടും ഏഷ്യൻ പെയിന്റ്സിന്റെ വുഡ് ടെക് സാൻഡിങ് സീലറാണ് നമ്മുടെ കോമ്പറ്റീഷൻ. നമ്മുടെ മറ്റൊരു പ്രൊഡക്റ്റ് ആണ് വണ്ടർവുഡിന്റെ വുഡ് ഫില്ലർ. ഫില്ലർ നമ്മൾ പ്രധാനമായും യൂസ് ചെയ്യുന്നത് വുഡിന്റെ ഗ്രെയിൻസ്, അതുപോലെ ഡെൻസ് ഒക്കെ വരും, ചെറിയ ചെറിയ ഹോൾസ്, ഇതെല്ലാം ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും വുഡ് ഫില്ലർ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് 3 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഒന്ന് വൈറ്റ്, അതുപോലെ ടീക്ക്, തേക്കിന്റെ കളർ വരുന്നുണ്ട്, വാൾനട്ട്, ഈ 3 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് വൈറ്റിനകത്ത് നമുക്ക് ഏത് സ്റ്റെയിൻ വേണമെങ്കിലും ആഡ് ചെയ്ത്, വുഡ് സ്റ്റെയിൻ ആഡ് ചെയ്തിട്ട് ഏത് ഷെയ്ഡിലേക്ക് വേണമെങ്കിലും കൊണ്ടുവരാൻ പറ്റും. ഇത് നമുക്ക് ഗ്രെയിൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ഡെന്റുകൾ, വലിയ ഡെന്റുകൾ വരികയാണെങ്കിൽ അതെല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും, ഈ വുഡ് ഫില്ലർ. ഇത് വളരെയധികം ഈസി ആയിട്ട് സാൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരം ഒരു ഫില്ലറാണ്. അതുപോലെ തന്നെ VOC ലെവൽ വളരെ കുറവുള്ള ഒരു ഫില്ലറാണ്. പിന്നെ ഇതിന്റെ പ്രധാന സവിശേഷത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രിങ്കേജ് അത് വളരെ കുറവാണ്. ഉള്ളിലോട്ട് വലിയില്ലേ, നമ്മൾ ഈ ഒരു കാലം കഴിഞ്ഞ്, ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു മഴ കഴിഞ്ഞാൽ ഉള്ളിലോട്ടൊരു വലിച്ചിലുണ്ടാവും ഈ പറഞ്ഞ പ്രൊഡക്റ്റ്. സാധാരണ നമ്മുടെ നോർമൽ ചോക്ക് പൗഡർ, ടീക്ക് പൗഡർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സാധാരണ കണ്ടുവരുന്നുണ്ട് അങ്ങനത്തെ ഒരു പ്രവണത. അപ്പൊ അത് നമ്മുടെ ഈ ഒരു വുഡ് ഫില്ലർ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെ വുഡ് ഫില്ലർ പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് വുഡൻ പ്രതലങ്ങൾ, അതായത് ഇന്റീരിയർ ഫർണിച്ചറുകളോ ഡോറുകള്, എല്ലാ ഏരിയകളിലും നമുക്ക് വുഡൻ ഏരിയകളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. കവറേജ് എന്ന് പറയുന്നത് 105 സ്ക്വയർ ഫീറ്റ് മുതൽ 130 വരെ കവർ ചെയ്യും. നമ്മുടെ ഏറ്റവും അവസാന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വുഡ് സ്റ്റെയിൻസ് ആണ്. വുഡ് സ്റ്റെയിൻസ് നമുക്ക് 8 കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. വാൾനട്ട്, ടീക്ക് വുഡ്, റോസ് വുഡ്, ഓക്ക് യെല്ലോ, ബ്ലാക്ക്, റെഡ്, മഹാഗണി, ഓറഞ്ച് എന്ന 8 കളേഴ്സിൽ നമുക്കിത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ കളർ ചേഞ്ച് ചെയ്യാന്നുള്ളത് മാത്രമല്ല, നമ്മുടെ നാച്ചുറൽ ഗ്രെയിൻസിനെ കുറച്ചുകൂടെ ഒന്ന് എടുത്തു കാണിക്കാൻ നമ്മുടെ വുഡ് സ്റ്റെയിൻസ് സഹായിക്കുന്നതാണ് പറയുന്നത്. കളർ ലോക്ക് ടെക്നോളജി. അപ്പൊ ഇത്രയും പ്രൊഡക്ട്സുകളാണ് ഉള്ളത്. മെയിനായിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻ ഏരിയ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റീരിയർ ഫർണിച്ചറുകളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഏഷ്യൻ പെയിന്റ്സിന്റെ വുഡ് സ്റ്റെയിൻസും ബെർജറിന്റെ വുഡ് കീപ്പർ വുഡ് സ്റ്റെയിനറുമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ്. അപ്പൊ ഇത്രയധികം പ്രൊഡക്ട്സ് നമ്മുടെ നെറോലാക്കിലെ വുഡ് കോട്ടിങ്സിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.